ഇത്രയും ലോങ് വീഡിയോ ഒക്കെ 3 ദിവസമായിട്ടൊക്കെ എടുക്കുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഞാൻ. 2 ദിവസമൊക്കെ എടുക്കും, വൈകുന്നേരം രാത്രിയിലും പിറ്റേന്ന് പകലുമായിട്ടൊക്കെ എടുത്തായിരിക്കും. അവനവിടെ കയറുന്നു കൊത്തി തിന്നു. എടാ ഇച്ചിരി മണ്ണ് വെച്ചാലോ? അന്ന് ചേട്ടൻ വിളിക്കും, ഞാൻ കൊടുക്കാം. ഒരു പാത്രത്തിനകത്തേക്ക് എടുക്കത് ചാറല്ലേ അത്? ഹായ്, ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങി നട്ടു നല്ല പോത്ത് പോലെ ഇരിക്കുന്ന ചാള, പോത്തിറച്ചിക്ക് പകരം പോത്ത് പോലെ ഇരിക്കുന്ന ചാള. ഞാനിന്ന് വൈകുന്നേരം കോളേജ് വിട്ട് വന്നു കഴിഞ്ഞപ്പം ഇപ്പം നോമ്പിൻ്റെ സമയമൊക്കെ ആയതുകൊണ്ട് വൈകുന്നേരത്തേക്ക് നാളെ രാവിലത്തേക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ കരളിൽ ബീഫ് കെട്ടി തൂക്കിയിട്ടാണ്. അപ്പം ഞാൻ ഇച്ചിരി ബീഫ് വാങ്ങിച്ചിടാൻ ഇപ്പോൾ ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം വാങ്ങിയാൽ മത്തി അവിടെ ഇരിക്കുമല്ലോ, അതെന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എന്നാൽ പിന്നെ ഇന്ന് ബീഫിന് പകരം മത്തിക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം ഈ മത്തി കറി വെച്ച് കഴിയുമ്പോൾ കപ്പ പുഴുങ്ങണോ ചക്ക പുഴുങ്ങണോ എന്ന് കൺഫ്യൂഷനാണ്. അതിന് ചേട്ടൻ പറയും എന്ത് പുഴുങ്ങണമെന്ന്. ചക്കയും മത്തിക്കറിയോ? അത് നല്ല കോമ്പിനേഷനാണ്. കപ്പയും മത്തിക്കറിയാ സൂപ്പർ. അതെയോ? അത് പിന്നെ ഇപ്പോൾ കടയിൽ പോയി മേടിച്ചുകൊണ്ട് വന്ന് കഴിയുമ്പോൾ സന്ധ്യയാവും. ഇതാകുമ്പോൾ പിന്നെ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ടല്ലോ. പോകുന്നുണ്ടല്ലോ. പോയിട്ട് അപ്പോൾ വരാനാ? പോയിട്ട് നമ്മൾ അപ്പം തന്നെ വരില്ലേ? ഓ പിന്നെ അന്നേരം നമുക്ക് ഉണ്ടാക്കിയ പോരെ? പറയൂ. എന്തെങ്കിലും പൂച്ച മടുത്താ തിന്നതെന്നാ? നമ്മുടെ പൂച്ച മടുക്കുന്ന തോന്നണം കേട്ടോ. ഞാൻ കത്തിയും കത്രികയും ഒക്കെ ഇട്ടിട്ടാ ഞാൻ ഇത്. കാണാവോ ചേട്ടാ? ചേട്ടനാണ് കേട്ടോ ക്യാമറ. ഇന്നത്തെ ക്യാമറാമാനും ചേട്ടനാണ്. അപ്പം എന്നെ ഇതിനകത്ത് കാണാവോ എന്നൊക്കെ എനിക്കറിയാൻ പാടില്ല. ചേട്ടൻ പറയും കാണാമെന്നൊക്കെ. ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ മത്തിയൊക്കെ ഒന്ന് വെട്ടി കഴുകിയിട്ട് ഞാൻ വരാം കേട്ടോ. അന്നത്തേക്ക് വന്ന് സന്ധ്യയായി, രാത്രിയായി കേട്ടോ. അത്രയും മീൻ വെട്ടി. 2 കിലോ മത്തിയുണ്ട്. ഇത്രയും മീൻ വെട്ടിയപ്പോഴത്തേക്കും സമയം അങ്ങ് ഷൂന്നും പറഞ്ഞങ്ങ് പോയി. പിന്നെ നമുക്ക് കറി വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. കടുക് വാങ്ങും. വെള്ളം ഉണ്ടാകും പൊട്ടിത്തെറിക്കുന്നു. ഉലുവ. നമ്മളാണെങ്കിലേ ചക്കപ്പുഴുക്ക് കപ്പപ്പുഴുക്ക് എന്നുള്ള കൺഫ്യൂഷനിലിരിക്കുക. അപ്പോൾ മത്തിക്കറിയും കപ്പപ്പുഴുക്കും കൂടെ ഉണ്ടാക്കാമെന്നുള്ള പ്ലാനിങ്ങിലാണ് നമ്മൾ മത്തി വാങ്ങിയപ്പോൾ പ്ലാൻ ചെയ്തത്. പക്ഷേ ഇവിടെ ചക്ക അരിഞ്ഞതിരിക്കുന്നത് കൊണ്ട് നമുക്കൊന്ന് വെറുതെ ഒന്ന് വെറൈറ്റി മാറ്റി പിടിച്ചാലോ എന്ന് ചിന്തിച്ചു. ചക്കയും ബീഫും ചക്കയും ചിക്കനൊക്കെയാണ് വേണ്ടത്. അപ്പം ഏതായാലും ഈ മത്തിക്കറി ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ തൊടുപുഴയിലൊന്ന് പോകണം. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് കേട്ടോ. ചെറിയൊരു പർച്ചേസ്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക്. കപ്പയാണെങ്കിൽ കപ്പ, ചക്കയാണെങ്കിൽ ചക്ക ഉണ്ടാക്കാൻ. ഞാൻ മീൻകറി വയ്ക്കുമ്പോൾ ഈ സവാളയൊക്കെ നിങ്ങളുടെ അലിയിപ്പിച്ചെടുക്കത്തില്ലേ? എനിക്ക് സവാള കൂടി കടിക്കാൻ പാകത്തിന് തിന്നാൻ പാകത്തിനൊക്കെ ഉണ്ടാക്കാം. പക്ഷേ ചേട്ടൻ അങ്ങനെയല്ല, ഇത് ശരിക്കും അവിഞ്ഞു വരണം. വാടി ചളർന്ന് ഗ്രേവിയോട് ലയിച്ച് വരണം. എനിക്കങ്ങനെയല്ല, നേരെ തിരിച്ചാണ് എൻ്റെ ഇഷ്ടങ്ങൾ. അപ്പോൾ ഇതാ മല്ലിപ്പൊടി, മുളക് പൊടി, ഫിഷ് മസാല, മഞ്ഞൾപ്പൊടി. ഇത് ഈ എണ്ണയിലൊന്ന് വറക്കണം, നല്ലപോലെ വറക്കണം. എങ്കിലേ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളേ.
ഞാനാണെങ്കിലേ പുളിവെള്ളം ഇവിടെ എടുത്ത് വെച്ചേക്കാം. കുടംപുളി മസാല നന്നായിട്ട് വറുത്ത് കഴിയുമ്പോൾ പുളിവെള്ളം അങ്ങ് ഒഴിക്കും. കുളിച്ചേ. പടാ അപ്പതേ ഞങ്ങളെ പോയിട്ട് സാരി ബ്ലൗസിനൊക്കെ തുണി എടുക്കാനോ അതിനൊക്കെ വേണ്ടി പോയതാ. ഇതൊക്കെ എടുത്ത് കൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് സമയം ഒരു ഇടങ്ങേറായി പോയി. അതുകൊണ്ട് നമ്മൾ ഏതായാലും ഇന്ന് ചക്കപ്പുഴുക്കൊന്നും ഉണ്ടാക്കണില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാത്രി മത്തിക്കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് കേട്ടോ പോയതാ. നല്ല സൂപ്പർ നെയ്യ് മത്തിയാണ്. നെയ്യ് ഇങ്ങനെ പാറി കിടക്കുക. നല്ല നെയ്യാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിക്കുന്നു നാളെ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ അപ്പോൾ വെളിയിൽ നിന്ന് നമ്മൾ കഴിച്ചിട്ട് പോകുന്നു. എന്നിട്ട് അതിനോട് ഐസ്ക്രീം എടുത്ത് ഇതിനകത്ത് വെക്കാൻ പറഞ്ഞിട്ട് അവൻ എടുത്ത് വെച്ചില്ലേ. എടാ കൊച്ചാ, ഈ ഐസ്ക്രീം എടുത്ത് വെക്കണത് അഴുക്കാ പിന്നെ ഒന്നിനും കൊള്ളൂല. അത് വെച്ചിട്ട് എനിക്ക് വേറെ എന്തെങ്കിലും സൈഡ് ബിസിനസ്സിന് പോയാൽ പോരായിരുന്നോ? ഈ ഐസ്ക്രീം എടുത്ത് വെച്ചില്ലല്ലോ. എന്ത് അതിന് പോണോന്നാ ഐസ്ക്രീം ഇവിടെ ഇരിക്കോടാ. അങ്ങനെയല്ല. അപ്പം അതങ്ങനെ വെച്ചു. പിന്നെ അമ്മച്ചിക്ക് വേണ്ടിയിട്ട് നമ്മൾ അപ്പം ബീഫ് കറിയും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. എടാ അമ്മച്ചോട് പറയടാ അപ്പം ബീഫ് കറിയും വാങ്ങിച്ചിട്ടുണ്ടെന്ന്. അതായാലും വന്നിട്ട് നമ്മൾ കഴിക്കണമല്ലോ. ചോറും മീൻകറിയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അതിന് നമ്മൾ വെളിയിൽ നിന്ന് കഴിച്ചപ്പം വാങ്ങിച്ചുകൊണ്ട് വന്നല്ലോ. അപ്പോൾ നമ്മൾ ഈ അടുത്ത കാലത്ത് കുഞ്ഞുമുട്ടയാണ് കേട്ടോ ഇരിക്കുന്നത്. നമ്മൾ ഈ അടുത്ത കാലത്ത് വാങ്ങിയൊരു കുഞ്ഞുമുട്ടയാണ് ഇതേ. ഗ്ലൂക്കോസും വെള്ളം എന്നാണ് ഞാൻ വിളിക്കുന്നത്. ഇത് വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ കുഴഞ്ഞ് കിടന്ന് ചൂടടിച്ചിട്ട് ഞാൻ ഗ്ലൂക്കോസ് പൊടി കലക്കി കൊടുത്താണ് എൻ്റെ കുഞ്ഞുമുട്ടേനെ ഞാൻ രക്ഷപ്പെടുത്തി എടുത്തത്. ഇപ്പോൾ ഇതിൻ്റെ കൂട്ടുകാരൻ ആരാന്നറിയാവോ? ഈ പ്രാവുംകുട്ടനാണ് കേട്ടോ. അപ്പോൾ ഇവന് ചെറുതായിട്ട് ജലദോഷം വന്നു, ശ്വാസം മുട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇവനെ കോഴിക്കൂട്ടിൽ നിന്ന് ഞാനിങ്ങ് മാറ്റി നമ്മുടെ വിറകടുപ്പ് വെക്കുന്ന വിറകടുക്കളയിലേക്ക് കൊണ്ടുവച്ചു കേട്ടോ. അപ്പോൾ എൻ്റെ ഇവ പൂവനാണേ, പൂവൻ കുഞ്ഞായത്. അപ്പോൾ നമുക്ക് ഇവർ 50 കോഴിക്കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. കുഞ്ഞുങ്ങൾ തന്നെ നമുക്കിപ്പോൾ 50 കോഴിക്കുഞ്ഞുങ്ങളാണ്. അപ്പോൾ കഴുത്തെ പപ്പില്ലാത്ത കഴുത്തെ പപ്പുള്ള കുറേ കോഴിക്കുഞ്ഞുങ്ങൾ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ആദ്യത്തെ സെക്ഷൻ നമ്മൾ ഒരു 10 കോഴിക്കുഞ്ഞുങ്ങളെ കഴുത്തെ പപ്പില്ലാത്ത തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. 11 കോഴിക്കുഞ്ഞുങ്ങൾ കഴുത്തെ പപ്പുള്ളതും ആദ്യം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു കഴുത്തെ പപ്പില്ലാത്ത കുഞ്ഞുങ്ങളിൽ ആദ്യം വാങ്ങിയാലൊരു കുഞ്ഞാണ് ഇവൻ കേട്ടോ. അപ്പോൾ 2 പൂവനെ ബാക്കി പടനെ വാങ്ങി. അപ്പോൾ ഇവനെ ഇന്നലെ മുതൽ ഇവനിങ്ങനെ ചുമയും വലിവുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവനെ ഇങ്ങോട്ട് മാറ്റി സെപ്പറേറ്റ് ആയിട്ട് കിടത്തി. ഇവന് ചൂടൊക്കെ കാരണം വാങ്ങിയോടത്തെ കടയിലെ ചേട്ടനെ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ വാങ്ങിയത്. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ചൂട് കാരണമെന്ന് പറഞ്ഞാൽ ആ ചേട്ടൻ ഒരു മരുന്ന് എഴുതി തന്നു. അപ്പോൾ ആ മരുന്നാണ് നമ്മൾ ഇന്നലെ വാങ്ങിച്ചുകൊണ്ട് തൊട്ട് ഇവന് കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്തു. അത് കൂടാതെ തന്നെ ചേട്ടൻ പോയി ഇവനെ ഇന്ന് തൊട്ടപ്പത്തേക്ക് ഭയങ്കര ചൂട്, ഹീറ്റായിരുന്നു അവനപ്പം പൊള്ളുമായിരുന്നു. അപ്പോൾ ചേട്ടൻ പോയിട്ട് മൃഗാശുപത്രി ഇപ്പോൾ ഡോക്ടറെ കണ്ട വേറെ മരുന്നത് കണ്ടോ, വേറെ മരുന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അതൊക്കെ കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ ഗ്ലൂക്കോസ് വെള്ളം ഓക്കെ ആയി കേട്ടോ. അവൻ എടുക്കണ്ട, അവനവിടെ ഇരുന്നോട്ടെ. അതൊക്കെ തൊടാ അവള് സോഫ്റ്റായിട്ട്. ഉവാവ് ഉള്ളതാ, സോഫ്റ്റായിട്ട് തൊടാ, തലേ തൊടണ്ട. അപ്പം അങ്ങനെ നമ്മൾ വാങ്ങിച്ചപ്പോൾ ദേ 1 കലം ചോറ് ഇരിക്കുന്നു ചേട്ടാ. 1 കലം ചോറ്. നാളെ കഞ്ഞി വെക്കണ്ട. പട്ടിക്ക് കൊടുത്തിട്ടാണ് ഒഴിച്ചിടാം. ഇവനാ ഇപ്പോഴോ ഒരു കുഴപ്പമില്ല ചേട്ടാ. അപ്പൊ ഇവനെങ്ങനെയാലും പ്രാവിന്റെ അടുത്തൊന്ന് കയറണം, അവര് തന്നെ നിൽക്കണം. ഇച്ചിരി കൊടുക്കണവന്. ചേട്ടനെ കണ്ടോഴാണ് എണീറ്റ് ബഹുമാനം. ഞാൻ ഉണ്ടാക്കട്ടെ, സുന്ദരനായല്ലോ. അപ്പം എനിക്ക് പ്രധാനമായിട്ടും എനിക്ക് ആ കൂട് വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വെച്ചേക്കണതാ. ചേട്ടൻ പറയുകയൊന്നും വേണ്ട. ഒരു പാത്രം എടുത്തുകൊണ്ട് വന്നിട്ട് ആ പാത്രത്തിലേക്ക് എടുക്കുക, അല്ലെ അതിലെല്ലാം അത് ചാടും.
ഒരു പാത്രത്തിനകത്തേക്ക് എടുക്കത് ചാറല്ലേ അത്? അവനവിടെ കിടന്ന് കൊത്തി തിന്നു. എടാ ഇച്ചിരി മണ്ണ് വെച്ചാലോ? അന്ന് ചേട്ടൻ വിളിക്കും, ഞാൻ കൊടുക്കാം. മരുന്ന് താത്തി പിടിക്കാൻ ഒന്നാലും ഞാൻ വാ തുറക്കില്ലടി പട്ടീന്ന്. അയ്യാടാ വാവ് മാറിയാ ചേട്ടാ കൊണ്ട് ഗാർഗിള്. കുഞ്ഞത്തു പിടി പിടി പിടി. അത്രയും കൊടുക്കണമെന്നോ ചേട്ടാ? 20 വെള്ളിന്ന് പറഞ്ഞാ തുപ്പിയാടാ നീ. ഭയങ്കര ബോണ്ടിങ് ആണ് കേട്ടോ. കോഴിക്കുഞ്ഞാണെങ്കിൽ പ്രാവിന് ഇട്ട് കൊടുക്കുക തീറ്റ. തിന്നോടാന്ന് പറഞ്ഞ്. ഓ നീക്കിയാ കൊടുക്കണം. ഓ പൊട്ടിയിരിക്കണം. ആ വെള്ളം കുടിച്ച് പൊട്ടിയത്. അതല്ല മൂക്കീന്ന് ഇത് വന്നിട്ട് വെള്ളം പ്രാവിന് ഇട്ടേരാ. തിരിച്ചിട്ടേരാ. വേറെ കൊല വേണ്ടേ മേടിക്കണേ. ഇപ്പൊ നീ പ്രാവിനിട. ചെറുതാ. അതെന്തിയാന്ന് അതിൻ്റെ കൂട്ടുകാരനെ കൊണ്ടുപോയി. ഇന്നലെ ഒന്നും തീറ്റ തിന്നില്ലായിരുന്നു. എന്നാ ഒരു ഗ്ലൂക്കോസ് കൂടി വാങ്ങാൻ മറന്നു. കുഞ്ഞാ മാറ്റടാ കൊണ്ടുവിടാ. അപ്പോഴേ ഇന്നലത്തെ മത്തിക്കറിയുടെ ബാക്കി വീഡിയോയുമായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. എനിക്ക് ക്യാപ്പ് വന്നെന്ന് കരുതി നിങ്ങളിലേക്ക് ആ ക്യാപ്പ് എത്തൂല കേട്ടോ. കാരണം വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ. എഡിറ്റിങ്ങും കാര്യങ്ങളും വന്നു കഴിയുമ്പോഴത്തേക്ക് ഇന്നലെ ഇന്നെന്നുള്ളതൊക്കെ വീഡിയോയിലുണ്ട്. അപ്പോൾ അതാ തേങ്ങ ചിരകിയിട്ടുണ്ട്. നമുക്ക് ചക്ക പുഴുങ്ങണ്ടേ. അപ്പോൾ മത്തിക്കറി ഇവിടെ നല്ല സെറ്റായിട്ടിരിക്കുകയാണ് കേട്ടോ. ഇതിനകത്തേക്ക് ഇച്ചിരി കാന്താരി മുളകും ചേർത്ത് നമുക്ക് ഉള്ളിയും കൂടെ ചേർക്കാം. ഉള്ളി നമുക്ക് തൊലിയൊക്കെ നീക്കിയിട്ടേ കഴുകിയെടുക്കണം. കഴുകിയെടുത്തിട്ട് വേണം നമുക്ക് തേങ്ങയിലേക്ക് ചേർത്ത് അരച്ചെടുക്കാം. ഞായറാഴ്ച കറണ്ട് ഉണ്ടാവില്ല എന്ന് കേട്ടു കേട്ടോ. അവിടെ KCBയുടെ എന്തോ പണി നടക്കുകയാണ്. അതുകൊണ്ട് ഞായറാഴ്ച നമുക്ക് കറണ്ട് ഉണ്ടാവില്ല എന്ന് ചേട്ടൻ പറയുന്ന കേട്ടെ. അതിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ വന്നു, അടുക്കള ഒന്ന് തുടച്ചിട്ടു. പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അടുക്കള തുടച്ചു. നമ്മുടെ ഗ്ലൂക്കോസും വെള്ളം കോഴിക്കുഞ്ഞ് ഇവിടെ നിന്ന് തീറ്റയൊക്കെ തിന്നുന്നുണ്ട്. അവനെ നമ്മൾ കൂട്ടിലേക്ക് കൊണ്ട് വിട്ടിട്ടില്ല കേട്ടോ. അവന് ഇച്ചിരി ഉള്ളൊരു കുട്ടനാണ്. അപ്പം അവന് നമ്മളിപ്പോൾ നിലവിലൂടെ നിർത്തിയേക്കുവാണ്. അപ്പം അവനവിടെ നിന്ന് ആഹാരമൊക്കെ കഴിക്കുന്നുണ്ട്. ആഹാരം പോലും കഴിക്കാതെ ശ്വാസം കിട്ടാതെ ഇങ്ങനെ കുഞ്ഞുങ്ങളിങ്ങനെ വാ വിളിക്കില്ലേ, അങ്ങനെ വാ വിളിക്കുമായിരുന്നു. മരുന്നൊക്കെ കൊടുത്ത് അവന് രക്ഷപ്പെടുത്തി എടുത്തു. എനിക്ക് അവനെ അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ തോന്നണില്ല വിധിയിലേക്ക്. കാരണം ഞാൻ അതിനെ കൊണ്ടുവന്ന അന്ന് 2 ദിവസത്തേക്ക് ഇത് ആഹാരം പോലും കഴിക്കാതെ ചൂടേറ്റ് വാടി തളർന്ന് പോയ കുഞ്ഞാണ്. ബാക്കി 3 കുഞ്ഞുങ്ങൾ അന്ന് ചത്തുപോയി. 10 കുഞ്ഞുങ്ങളിൽ അതിൽ 3 കുഞ്ഞുങ്ങളും ചത്തത് ചോര വയറ്റിൽ നിന്ന് ചോര പോവുക ചെയ്തത്. ചോര പോയാണ് 3 കുഞ്ഞുങ്ങളും ചത്തുപോയത്. ആ ചൂടിൻ്റെ കാഠിന്യം മൂലം നമ്മൾ ഡിക്കിയിൽ കാർഡ്ബോർഡ് വെച്ച്, കാര്യം വലിയ ദൂരമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഡിക്കിയിൽ കാർഡ്ബോർഡും വെച്ചാണ് ഇതുങ്ങളെ 21 കോഴികളെ നമ്മളന്ന് കൊണ്ടുവന്നു കുഞ്ഞുങ്ങളെ. അപ്പോൾ അതിലെ 3 പേർക്ക് ശരിക്കും തേറ്റ്. ബാക്കിയുള്ളവരൊക്കെ തളർന്നു കൊടുക്കായിരുന്നു. വെള്ളം തളിച്ച് പോകും തെളിപ്പിച്ച് അവസാനം ഗ്ലൂക്കോസ് വെള്ളം കലക്കി കൊടുത്തു. എന്നിട്ട് ഇവൻ മാത്രം ഓക്കെ ആയില്ലായിരുന്നു. അങ്ങനെ ഇവന് ഞാൻ ഗ്ലൂക്കോസ് വെള്ളം തന്നെ കൊടുത്തു. 2 ദിവസത്തേക്ക് ഞാൻ അവൻ്റെ അടുത്തുനിന്ന് മാറാതെ നിന്ന് ഗ്ലൂക്കോസ് വെള്ളം കൊടുത്ത് അവനെ രക്ഷപ്പെടുത്തിയത്. അപ്പം ഇപ്പോഴും ചൂടല്ലേ. അപ്പം പിന്നെ കോഴിക്കോടിൻ്റെ അവിടെയൊക്കെ എത്ര നമ്മൾ നെറ്റ് കെട്ടിയാലും എത്ര തണുപ്പ് കൊടുത്താലും ചൂടാണ്. അപ്പം അത് അവൻ ഏറ്റു കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ ആ പരുവത്തിലായി. അപ്പോൾ ഇതൊന്ന് കഴുകട്ടെ.
തീരെ അങ്ങോട്ട് അരച്ച് പേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല ചക്ക പുഴുങ്ങുമ്പോൾ. എനിക്ക് കപ്പപ്പുഴുക്കിനേക്കാൾ ഇഷ്ടം ചക്ക പുഴുങ്ങിയതാണ്. യാതൊരു കെമിക്കൽസും ഇല്ലാത്ത ഒരേ ഒരു വിഭവമാണ് ചക്ക. അതെല്ലാ വർഷം കാലാകാലം പ്ലാവേൽ ഉണ്ടാകുന്നു, നമ്മൾ കുറയ്ക്കുന്നു. അതിനകത്തേക്ക് നമ്മൾ ഈ മഞ്ഞൾപ്പൊടിയൊക്കെ കടയിൽ നിന്ന് വാങ്ങി ചേർക്കുമ്പോൾ കിട്ടുന്ന കെമിക്കല് ഉള്ള കാന്താരമുളക് ഉണങ്ങി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അത് ഒത്തിരി ചേർക്കണം. ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. ഞാൻ കുറച്ച് ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. 1 മിനിറ്റ് കിച്ചൺ വീഡിയോ ഇപ്പോൾ ഡെയിലി തുടങ്ങിയിട്ടുണ്ട്. മ്യൂസിക് ഇട്ടും മ്യൂസിക് ഇടാതെയൊക്കെ ഉണ്ട്. അപ്പോൾ കയറി കാണണം, കാണാതിരിക്കരുത്, സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഞങ്ങൾക്ക് ഗുഡ് മോർണിംഗ് വീഡിയോയിൽ മോട്ടിവേഷൻ മാത്രമല്ല, നമ്മളുടെ ജീവിതത്തിലെ നിത്യോപയോഗ സാധനങ്ങളുടെ ഒക്കെ ഗുണങ്ങൾ, അതിൻ്റെയൊക്കെ അഡ്വാൻറ്റേജസ് പറയുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ പിന്നെ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള വാക്കുകൾ, അത് ഒത്തിരി പേർക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൂടി ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് ഉൾപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മളത് സ്റ്റാർട്ട് ചെയ്തിട്ടും ഉണ്ട് കേട്ടോ. പിന്നെ വിചിത്രമായ കുറേ കാര്യങ്ങൾ, ഇന്നലെ ഞാനൊരു പൂച്ചയുടെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പൂച്ചയെക്കുറിച്ചുള്ള കുറച്ച് ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ, ഇന്ന് ഉലുവയെക്കുറിച്ചുള്ള കുറച്ച് അഡ്വാൻറ്റേജസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം വെറും ഒരു വീട്ടമ്മ എന്നുള്ളൊരു ഹൗസ് വൈഫ് എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ അടുക്കളയിൽ നിന്നുള്ള വിശേഷങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അത് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ സാധാരണക്കാരും, അപ്പം അവർക്കും അതൊരു നിങ്ങളുടെ ഒരാളായിട്ട് തന്നെ നിന്ന് പറയുമ്പോൾ കേൾക്കാൻ ഒരു രസം ഉണ്ടാവുമല്ലോ. വെറുതെ ഇങ്ങനെ പരദൂഷണമൊക്കെ പറഞ്ഞ് നടക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ഇങ്ങനെയൊക്കെ പറയും, ചുമ്മാ. അപ്പം ഞാൻ അരച്ചിട്ട് വരാം. അപ്പോൾ അതാ ഞാൻ അരച്ചിട്ടുണ്ട്. അത്ര പേസ്റ്റ് ആക്കിയില്ല, പക്ഷേ എല്ലാം ഉള്ളി മുളകെല്ലാം അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ, അമ്മച്ചയ്ക്ക് ഇന്നലെ ബീഫ് കൊണ്ട് കൊടുത്തതാണ്. അതിനകത്ത് കഷ്ണങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അതിങ്ങനെ തുറന്നങ്ങ് വെച്ചിട്ട് പോയി. ഞാൻ ആർക്കും തിന്നാൻ കൊള്ളൂല. എന്നിട്ട് അപ്പം തിന്ന് എൻ്റെ കൂടെ ഇവിടെ വെച്ചിട്ട് പോയി. എനിക്ക് അമ്മച്ചി ചെയ്യുന്നത് നമുക്കത് ഇരട്ടി പണിയാകും. ഇപ്പം ഇതൊന്നിനും കൊള്ളൂല. ഇപ്പം ഇതെടുത്ത് കളയാനേ പറ്റുള്ളൂ. ഞാനിന്ന് രാവിലെ കണ്ട് ഇരട്ടി പണിയാണ് നമുക്ക്. ഉണ്ടോ കോഴിക്കുഞ്ഞേറിയിരിക്കണുണ്ട. അമ്മച്ചി അവിടെ എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടി കാണിച്ചിടാവേ. ഇത്ര നേരം ഇങ്ങോട്ട് നോക്കിയിരിക്കുമായിരുന്നു കേട്ടോ. ഇരിക്കുന്ന അതുണ്ടോ, അതിൽ പതുക്കെ എന്നിട്ട് നമ്മളിങ്ങനെ നോക്കിയിരിക്കും. ചിലപ്പോൾ ഒക്കെ ചീത്ത പറയും കേട്ടോ. നമ്മളങ്ങനെ നോക്കണം. വീഡിയോ ഒക്കെ പിടിക്കണുണ്ടാ ചിലപ്പോൾ ചീത്ത പറയും, ചിലപ്പം കുഴപ്പമില്ല. അങ്ങനെയൊക്കെയാണ് പ്രായമാകുമ്പോഴുള്ള പ്രശ്നങ്ങൾ. പക്ഷേ അത് അവരോട് പറഞ്ഞാൽ അവർക്കത് മനസ്സിലാകത്തില്ല. ഇതിനൊരു അടപ്പുണ്ടായിരുന്നില്ലേ, ഇങ്ങനെ ചക്ക ഇങ്ങനെ എടുത്തു. നമുക്ക് ചക്ക പുഴുങ്ങാം. ചേട്ടനാണെങ്കിലേ പുല്ല് വെട്ടാനായിട്ട് പോയതാണ്. ചക്ക ഉണ്ട്, കല്ല് പോലെ ഇരിക്കുന്നു. ഒരു സെക്കൻഡ് കൊണ്ട് താഴെ വരുകയും ചെയ്യും. ചക്കയിലേക്ക് ഐസ് പിടിക്കത്തില്ല. ആ പുറമേക്ക് ജസ്റ്റ് ഒന്ന് ഐസ് പിടിക്കുന്നതേ ഉള്ളൂ, അല്ലാതെ നമ്മൾ ചക്കയിലേക്ക് ഐസ് പിടിക്കത്തില്ല കേട്ടോ. ചക്ക അരിയാതെ ഇട്ടതാണ് ഞാൻ പിന്നീട് തിന്നാൻ വേണ്ടി. അരപ്പ് ചേർത്ത് കൊടുക്കാം. കോഴിക്കുഞ്ഞെ സുട്ടുപണിയായി. ഇച്ചിരി വെള്ളം ഒഴിക്കാത്തേക്ക് ചക്ക അലുക്കുന്നത് കാണിക്കാം. ചക്ക അരിഞ്ഞ് വെച്ചാൽ അതിനകത്തേക്ക് ഐസ് പിടിക്കത്തില്ല. ആ വെള്ളമാണ് ചെന്നപ്പോഴത്തേക്ക് എന്താക്കാം ഇങ്ങനെയായി. ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും ഐസ് തൊട്ടിട്ടുകൂടിയില്ല. പക്ഷെ ചക്ക ഒരിക്കലും മധുരം വയ്ക്കത്തില്ല. എത്ര നാൾ വേണമെങ്കിലും ഇങ്ങനെ ഫ്രീസറിൽ ഇരുന്നോളും, നോ പ്രോബ്ലം, ഒരു കുഴപ്പം ഉണ്ടാവില്ല.
കഴിഞ്ഞ ദിവസം എടുത്ത ചക്കയുടെ ബാക്കിയാണ് കേട്ടോ. അതുകൊണ്ട് ഇടാന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ അവർക്ക് വേണ്ട, പത്രം കഴിഞ്ഞാൽ മതി. ഒത്തിരി എണ്ണത്തിന് ഒത്തിരി ആയാലും കൊള്ളില്ലല്ലോ. മൂടി കൊടുക്കാം. പിന്നെ എനിക്ക് കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട്. ഇപ്പോൾ ഒരു ഇന്നലെ ഉണ്ടാക്കിയ വാഴയ്ക്കാൻ മെഴുക്കുവരട്ടിയാണ്. അപ്പം നിലവിൽ ഇതിന് വലിയ കുഴപ്പമൊന്നുമില്ല. മെഴുക്കുവരട്ടി ആയതുകൊണ്ട് വെളിച്ചെണ്ണ ഉപയോഗിച്ചത് കൊണ്ട് നമ്മൾ ചൂടാക്കി വയ്ക്കാം. പിന്നെ ഇന്നലെ ഒത്തിരി ചോറ് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു, വെള്ളം ഒഴിച്ചിട്ടേക്കുക. ചോറങ്ങ് ചൂടാക്കിയാൽ കഞ്ഞിയായി, പിന്നെ പ്രത്യേകിച്ച് ഉണ്ടാക്കേണ്ട കാര്യമില്ല. പിന്നെ ഇച്ചിരി പാത്രം കഴുകാണ്ട് ഒരു ചട്ടിക്കൽ 2 ചട്ടിക്കലം കഴുകി വയ്ക്കാണ്ട്. നേരത്തെ മീൻകറി വെച്ച ഇന്നലെ ദോശ ഉണ്ടാക്കിയതിൻ്റെ പാത്രം കാസറോൾ കഴുകി വയ്ക്കാണ്ട്. പിന്നെ ദോശയ്ക്ക് ഉരുളക്കിഴങ്ങ് കറി മസാലക്കറിയായിരുന്നു, അതും കഴുകി വയ്ക്കാണ്ട്. ഇതിപ്പോൾ തേങ്ങ ചിരകി ബേസ് ദോശ ചുട്ടപ്പം എണ്ണ തേക്കാൻ ഉപയോഗിച്ച എണ്ണ ഇട്ട് വെച്ച് മാത്രം, അത്രയേ ഉള്ളൂ. 9 മണിയായിട്ടുണ്ട്. അവധി ദിവസങ്ങളിലൊക്കെ കുറച്ച് ലേറ്റായിട്ട് വരും. ചേട്ടനാണ് ഈ പുല്ല് വെട്ടാൻ പോയേക്കുക. ഇളക്കാൻ ചേട്ടൻ വരണം. നല്ല ഏത്തക്കായ ഇങ്ങനെ മെഴുക്കുവരട്ടി ഉണ്ടാക്കിയതാണ്, ഉളക്കി കൊണ്ടുപോകാൻ വേണ്ടി. ഏതാ എന്നാ മെഷീൻ? തൂങ്ങണോ? തൂക്കം നോക്കണതാ. ഒരു ലോങ് വീഡിയോ ഒക്കെ 3 ദിവസമായിട്ടൊക്കെ എടുക്കുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഞാൻ. 2 ദിവസമൊക്കെ എടുക്കും, വൈകുന്നേരം രാത്രിയിലും പിറ്റേന്ന് പകലുമായിട്ടൊക്കെ എടുക്കും. ഇത് 3 ദിവസമായിട്ട് എടുക്കുന്ന ആദ്യമായിട്ടാണ്. കാരണം നമ്മൾ മീനുണ്ടാക്കി വെച്ചു, പിറ്റേന്ന് കാലത്ത് ചക്ക പുഴുങ്ങി വെച്ചു. പക്ഷെ അത് അന്നേരം കഴിച്ചപ്പം, ഇന്നലെ ചക്ക പുഴുങ്ങി വെച്ചപ്പം വീഡിയോ എടുക്കാൻ പറ്റില്ല. എന്നിട്ട് വൈകുന്നേരം വന്ന ചക്ക കഴിച്ചത്. നമ്മളൊരു പള്ളിപ്പെരുന്നാളിന് പോയേക്കുമായിരുന്നു, അതിൻ്റെ ഒരു വീഡിയോ പിന്നാലെ വരുന്നുണ്ട് കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് ഇന്നലെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇന്നാണെങ്കിൽ കറക്റ്റ് രാവിലെ 7 മണിക്ക് കറണ്ട് പോയാൽ വൈകിട്ട് 5 മണിക്ക് വരുവുള്ളെന്ന് 2 ദിവസം മുന്നേ തന്നെ നമ്മളൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും ഇത്രയും ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നവരാണ് അവർ. കറക്റ്റ് 7 മണിക്ക് തന്നെ കറണ്ട് പോയിട്ടുണ്ട്. അപ്പൊ ഇന്നലെ ഇരുന്ന ചക്കപ്പുഴുക്ക് എടുത്ത് ചൂടാക്കി മക്കറിയും കൂട്ടി ഞാൻ കഴിക്കുക. ചേട്ടനും കഴിക്കണ്ടോ? ആയിനാ. അപ്പം ഞാൻ നിറച്ച ചക്കപ്പുഴുക്ക് നിറച്ച മീനും എടുത്തിട്ടുണ്ട്. മത്തി കുഞ്ഞി കഷ്ണങ്ങളായിട്ട് കണ്ടിച്ചത്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഇനിയിപ്പോൾ ഈ കഴിക്കുന്ന ചടങ്ങ് കൂടി കാണിച്ചിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്നു. ചെറിയ പീസ് ചക്കപ്പുഴുക്കുണ്ട്. അപ്പോൾ അതാ ചക്കപ്പുഴുക്കും മത്തിക്കറിയും. ചേട്ടന് വേണോ? ഇതാണ്ട ചേട്ടന് തന്നു ഉദ്ഘാടനം ചെയ്തേ. ചക്കപ്പുഴുക്കും മത്തിക്കറി. ആ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കതോ? അങ്ങോ വഴി അതിനെ പുറംതിരിഞ്ഞിരിക്കുവാ. നല്ലതാണോ? അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ഇങ്ങോട്ടൊന്ന് നോക്കാൻ പാടില്ല എല്ലാവർക്കും. സൈനിങ് ഓഫ് ബിന്ദുസ് ഡ്രീംസ്. ബൈ. വൈൻഡപ്പ് ചെയ്യണം. ബൈ.